ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ കൂട്ടുകുടുംബ വിശേഷത്തിലേക്ക് സ്വാഗതം. പനി പിടിച്ചു ഗായ്സ്, സൗണ്ട് എല്ലാം പോയി. എൻ്റെ ഈ പുഞ്ചിരി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അവൾ അവിടെ നിന്ന് എന്തോ പറഞ്ഞ് ചിരിപ്പിക്കുമെന്ന്. ഒരിക്കലും അല്ല. ഞാൻ എഴുന്നേറ്റ് വരാൻ കുറച്ച് താമസിച്ച് അതിനെന്നെ നന്നായിട്ട് താറ്റിയതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ആള് സാമ്പാറൊക്കെ റെഡിയാക്കി രാവിലത്തെ നല്ല പൂ പോലെ ഇഡലിയൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ നിൽക്കുവാണ് കേട്ടോ. നിങ്ങൾ അവളുടെ ലിപ്പ് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, സാമ്പാർ അടിപൊളി എന്ന് പറഞ്ഞതാ. ഉറപ്പായിട്ടും പറയും, കാര്യം അത് വെച്ചത് അവളാണല്ലോ, അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പറയും. ദേ ഇവിടെ എന്താ പരിപാടി എന്നറിയാവോ? കൊച്ചുമോളും അപ്പൂപ്പനും കൂടെ. അപ്പൂപ്പൻ്റെ നാട്ടുവൈദ്യമാണ്. രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് അവൾക്ക് ഭയങ്കര ചുമയാണ്. അപ്പോൾ അതിന് കുറേ തുളസി വെച്ച് ഇങ്ങനെ കൈ വെച്ച് ഞെരടിയിട്ട് തലയിലും മൂക്കിലും തൊണ്ടയിലും ഒക്കെ തേച്ച് കൊടുത്തതാണ്. എന്നാൽ എൻ്റെ പൊന്നു കൊച്ചുവെണ്ണ, നീ അവിടെ അടങ്ങി അകത്തെങ്ങാണെ ഇരിക്കും, അത് കേൾക്കൂല. ഞാൻ മിറ്റം തൂക്കാൻ പോയപ്പം അവൾ എൻ്റെ കൂടെ വന്ന് ഭയങ്കര രഹസ്യം പറച്ചില്ല. തീർന്നില്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് രഹസ്യം പറച്ചില്ല, അവളുടെ മെയിൻ ഹോബി. എങ്കിൽ പിന്നെ അവൾ പറയട്ടെ എന്ന് ഞാനും കരുതി. പറയുന്നത്, അമ്മ എൻ്റെ ചുമ മാറി, സ്നാക്സ് തരുമോ, ഇതൊക്കെയാണ്. എന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം കൂരി അവിടെ ചേമ്പും ചേനയും വാഴയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥ തണുപ്പാണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലും ചൂടുമാണ്. അപ്പം പിന്നെ ചെടികളൊക്കെ കുറച്ച് വെള്ളം കുടിച്ചോട്ടെന്ന് കരുതി അങ്ങനെ എല്ലാത്തിനും കൊണ്ടുപോയി ഒഴിക്കുകയാണേ. ഏതാണ്ട് എല്ലാത്തിനും ഒഴിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ രാവിലത്തെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് അവൾ അടുക്കളയിലെല്ലാം ഒതുക്കിയിട്ടുണ്ട്. പോയി കാപ്പി കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ പോയിട്ട് ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ചു. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന കഴിക്കുന്നത്, പിന്നെ എല്ലാവരെയും കൂടെ വീഡിയോയിൽ എടുക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണ്. ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഈ രണ്ട് മുതലുകളും മൊബൈൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ചേച്ചി അനിയത്തിയും കൂടെ അവിടെ ഇരുന്ന് കഥ പറയുക. അവർ കഥ തുടരും. അപ്പോൾ എൻ്റെ വീഡിയോ വീണ്ടും തുടരും. ബൈ.